ചടയമംഗലം പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും പൊതുസ്ഥലത്ത് മാലിന്യ കൂമ്പാരം പെരുകുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന സമിതി അംഗം മഠത്തിൽ മോഹനൻപിള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിൽ തന്നെ ആദ്യത്തെ എലിപ്പനി മരണം ചടയമംഗലത്താണ് ഉണ്ടായത്. തുടർന്ന് ഡെങ്കിപ്പനി ബാധിച്ച് ചടയമംഗലത്ത് മാത്രം 5 പേർ മരിച്ചിരുന്നു. പ്രദേശത്തെ മിക്ക സർക്കാർ ഓഫീസുകളുടെയും സ്ഥാപനങ്ങളുടെയും മുകളിൽ വെള്ളം കെട്ടിനിന്ന് കൊതുകു വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ചടയമംഗലം പൊതുമാർക്കറ്റിനുള്ളിൽ മാംസാവശിഷ്ടങ്ങൾ കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്നു. ജില്ലാ സഹകരണ ബാങ്ക് കെട്ടിടത്തിന് പിന്നിൽ ഹോട്ടലുകളുടെ അവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്നത് നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാവുന്നില്ല. 5ഓളം പേർ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ മാത്രം മരണപ്പെട്ടു പോയിട്ട് പോലും ലക്ഷക്കണക്കിന് രൂപ ഗവൺമെന്റിൽ നിന്ന് ഇത് തടയുന്നതിനുള്ള പ്രാരംഭ നടപടികൾ എടുക്കുന്നതിന് അനുവദിച്ചു കൊടുത്തിട്ടോ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഇന്ന് വരെ ഈ പനി തടയുന്നതിന് വേണ്ടി ഉള്ള പ്രാഥമികമായിട്ടുള്ള യാതൊരുവിധ നടപടികളും തുടങ്ങിയിട്ടില്ല. ചെതറ പഞ്ചായത്തിൽ ബോധവൽക്കരണവും മറ്റുള്ള കാര്യങ്ങളും വീടാറിനെ കയറി എല്ലാ കാര്യങ്ങളും ചെയ്തു. പബ്ലിക്കായിട്ടുള്ള ഓർഡറുകളും ബാക്കി എല്ലാം വൃത്തിയാക്കി അവിടെ എല്ലാം വളരെയേറെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് വൃത്തിയാക്കി അതിന് വേണ്ടുന്ന എല്ലാ നടപടികളും നടത്തി. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് മാത്രം ഇതൊന്നും ചെയ്യുന്നില്ല. ഗവൺമെന്റിൽ നിന്ന് ഈ ഫണ്ട് അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ, ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി നിരുത്തരവാദപരമായിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത്. ഇതിനെതിരെ ബഹുജന രോക്ഷം ആളിപ്പടരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം.